5 നേരത്തെ നിസ്കാരം നമുക്ക് നിർബന്ധമാക്കി തന്നത്. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു വിശ്വാസിയും ഈ നാട്ടിൽ ഉണ്ടാവരുത്. നിസ്കാരം ഖളാഅക്കിയാൽ ആ വീട്ടിൽ, ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്ത് വന്നാലും നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നിസ്കാരം എപ്പോഴാണ് ഒരാൾക്ക് നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ബുദ്ധിയുള്ളിടത്തോളം കാലം, സ്ത്രീകൾക്കാണെങ്കിൽ ശുദ്ധിയും കൂടി പരിഗണിക്കണം. ബുദ്ധിയുള്ളിടത്തോളം കാലം നിസ്കാരം നിർബന്ധമാണ്. ശരീരത്തിലെ ഒരവയവവും അനങ്ങുന്നില്ല, ബുദ്ധി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴും അയാൾക്ക് നിസ്കാരം നിർബന്ധമുണ്ട്. അയാൾ മാനസികമായിട്ടെങ്കിലും ആ സമയത്ത് നിസ്കാരം നിർവഹിക്കണം. നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരിക്കാൻ ന്യായമുണ്ട്. ഇരുന്നിട്ടും പറ്റാത്തവർക്ക് കിടന്ന് നിർവഹിക്കേണ്ട ഘട്ടങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ എന്നാൽ പോലും നിസ്കാരം ഒഴിവാകുകയില്ല. വിശ്വാസിയായ ഒരു മനുഷ്യന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് 7 വയസ്സാകുമ്പോൾ എല്ലാ രക്ഷിതാക്കളും മക്കളെ അടുത്ത് വിളിക്കണം. വിളിച്ചിട്ട് പറയണം, മോനെ, ഇന്ന് മോന് 7 വയസ്സായി, മോൻ നിസ്കരിക്കണം. ഹദീസിൽ പറഞ്ഞതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ. ഒരു കുട്ടിക്ക് 7 വയസ്സായാൽ ആ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇവിടെയുള്ള രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ കുട്ടിക്ക് 7 വയസ്സായപ്പോൾ ഞാൻ വിളിച്ച് അവനോട് നിസ്കാരം കൽപ്പിച്ചിട്ടുണ്ടോ? സ്വയം വിലയിരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മുറുസ്സബിയ, കുട്ടികളോട് നിങ്ങൾ കൽപ്പിക്കണം, ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട്, ഇദാ ബലഗ 7 സിനീന, 7 വയസ്സായാൽ. നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ അവൻ നിസ്കാരം പഠിപ്പിക്കപ്പെടണം, എന്നാലല്ലേ നിർവഹിക്കാൻ പറ്റൂ. 7 വയസ്സാകുമ്പോൾ അവൻ നിസ്കരിക്കാൻ അറിഞ്ഞിരിക്കണം. അഭ്യസിപ്പിച്ചാലല്ലേ അറിയുള്ളൂ. ഫളിബൂഹും അലാ തർക്കിഹാ ഇദാ ബലഗ 10 സിനീൻ. 3 കൊല്ലം അവനെ നിരീക്ഷിക്കണം. അവന് കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. 7 വയസ്സിലും 8 വയസ്സിലും 9 വയസ്സിലും ഒക്കെ ഒരു വക്കത്തൊക്കെ മുടങ്ങിയാലും, മോനെ നിസ്കരിച്ചോ എന്ന് ചോദിച്ച് അവനെ ഉണർത്തിക്കൊണ്ടിരിക്കണം. 10 വയസ്സായിട്ട് അവൻ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയാൽ അവന് ശിക്ഷണം നൽകണം. മോനെ, ഇനി നിസ്കരിച്ചില്ലെങ്കിൽ അടി കിട്ടൂട്ടോ എന്ന് പറഞ്ഞിട്ട് അവന് ശിക്ഷണം നൽകണം. 5 വർഷം അങ്ങനെ അവനെ പരിശീലിപ്പിക്കണം. 15 വയസ്സായാൽ പ്രായപൂർത്തിയായി, അല്ലെങ്കിൽ പ്രായപൂർത്തിയായാൽ, വയസ്സുകൊണ്ടോ അല്ലാതെയോ പ്രായപൂർത്തിയായാൽ അവൻ പൗരനായി. അവൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നേരിട്ട് ബാധിക്കുന്ന വ്യക്തിയായി മാറി. നമുക്ക് വോട്ട് ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ച പ്രായം 18 വയസ്സാണ്. എന്നതുപോലെ ഇസ്ലാമിക ദൃഷ്ടിയാ ഒരാൾ ശാരീരികമായോ പ്രായം കൊണ്ടോ പ്രായപൂർത്തിയായാൽ അയാൾ നേരെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് ബാധകമാകുന്ന പൗരനായി മാറി. അള്ളാഹുവിന്റെ ഖിതാബ് അഥവാ അള്ളാഹുവിന്റെ കൽപ്പന അവനെ നേരിട്ട് ബാധിക്കും. ആ കൽപ്പനയിൽ
ഒന്നാമത്തെ കൽപ്പനയാണ്, കർമ്മങ്ങളിൽ വെച്ച് ആദ്യത്തെ കൽപ്പനയാണ് അഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തണം. പിന്നെ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നേരിട്ട് കണക്ക് പറയാൻ ബാധ്യസ്ഥനായി. നിസ്കാരം ഖളാ ആക്കിയാൽ കുറ്റം അവന് ബാധകമാണ്. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ അള്ളാഹുവിന്റെ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ ആ ഗവൺമെന്റിന് അധികാരമുണ്ട്. അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഭരണം നടക്കുന്ന ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഒരാൾ ളുഹർ നിസ്കാരം അസ്ർ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതുവരെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ മനഃപൂർവ്വം വീഴ്ച വരുത്തിയവനാണെങ്കിൽ അവനെതിരെ ശക്തമായ ആക്ഷൻ, ചിലപ്പോൾ വധശിക്ഷ വരെ കൽപ്പിക്കാൻ മാത്രമുള്ള കുറ്റക്കാരനായി അവൻ മാറി. ഞാൻ ഈ പറയുന്നത് അടിസ്ഥാന ഇസ്ലാമിക നിയമമാണ്. ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് ഭക്ഷണവും ജീവിതവും ജീവനും എല്ലാം നൽകുന്ന അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് അവൻ ഒഴിവല്ല. SSLCക്ക് പരീക്ഷയുണ്ട് എന്ന് കരുതി അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് അവൻ ഒഴിവല്ല. അവന് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് അവൻ ഒഴിവല്ല. നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് പോവുകയാണ് എന്ന് കരുതി ട്രാഫിക് നിയമം ലംഘിക്കാൻ പാടില്ല. അവൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് കരുതി ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറാൻ പാടില്ല. എന്നതുപോലെ അവന് ഏത് പരീക്ഷയുണ്ട്, പഠനമുണ്ട് എന്ന് വന്നാലും അള്ളാഹു ആകുന്ന രക്ഷിതാവിന്റെ നിയമത്തിൽ നിന്ന് അവൻ ഒഴിവല്ല. അവനായാലും അവളായാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറയാനുള്ളത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. അല്ലാഹു തആല ഈ ഉമ്മത്തിന് ഒരു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഖസായിസുകളിൽ, പ്രത്യേകതകളിൽ പെട്ടതാണ് ശുദ്ധിയുള്ള ഏത് സ്ഥലത്തും നിസ്കരിക്കാം. മുൻഗാമികളായ ജനതകൾക്കാണെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മഹാരീബുകൾ, മെഹ്റാബുകളിൽ മാത്രമേ നിസ്കരിക്കാൻ നിയമമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് എവിടെ പോയാലും അവിടെ വന്ന് നിസ്കരിക്കാൻ പറ്റൂ. നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ചെയ്ത ആനുകൂല്യം എന്താണ്? ശുദ്ധിയുള്ള ഏത് സ്ഥലത്തും നിസ്കരിക്കാം. അപ്പോൾ ഞാൻ പാടത്ത് പണിയെടുക്കുകയായിരുന്നു, ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു, കമ്പനിയിൽ ജോലിയിലായിരുന്നു, ഇതൊന്നും നിസ്കാരം ഒഴിവാക്കാനുള്ള ന്യായമല്ല. കല്യാണത്തിന് പോയതായിരുന്നു, നിശ്ചയത്തിന് വന്നതായിരുന്നു, പുതിയാപ്പിള ഒരുങ്ങിയതായിരുന്നു, പുതിയ പെണ്ണൊരുങ്ങിയതായിരുന്നു, ഇതൊന്നും നിസ്കാരം ഖളാ ആവാനുള്ള ന്യായം അല്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ആരും വരുത്തരുത്. നമ്മളത് എവിടെയായാലും നിസ്കരിക്കണം. വാഹനത്തിനാണെങ്കിൽ നിസ്കരിക്കാനുള്ള നിയമമുണ്ട്, ഫ്ലൈറ്റിലാണെങ്കിൽ നിസ്കരിക്കാനുള്ള നിയമമുണ്ട്, ട്രെയിനിലാണെങ്കിൽ കപ്പലിലാണെങ്കിൽ എല്ലായിടത്തും നിസ്കരിക്കാനുള്ള നിയമങ്ങളുണ്ട്. അത് പഠിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ വിധത്തിൽ നിസ്കാരം നിർവഹിച്ചിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. പള്ളി ഉദ്ഘാടനം ചെയ്താൽ കാര്യം പൂർത്തിയായില്ല. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാകുമ്പോഴേ അള്ളാഹുവിന്റെ അടുക്കൽ യഥാർത്ഥ പൗരന്മാരായി മാറുകയുള്ളൂ. നമ്മൾ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആൾക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളായ വിശ്വാസികളായ നമ്മൾക്ക് നിസ്കാരം ഒഴിവാക്കിയാൽ ഈ രാജ്യത്ത്, ഈ ലോകത്ത് ജീവിക്കാൻ ന്യായമില്ല.
കാരണം നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്. നിർബന്ധമായും കൊടുക്കേണ്ട ടാക്സ് നമ്മൾ കൊടുത്തിരിക്കണം. വാഹനം എന്റേതാണ്, പക്ഷേ റോഡിലൂടെ ഓടിക്കണമെങ്കിൽ റോഡ് ടാക്സ് കൊടുത്തിരിക്കണം. എത്ര കോടിയുടെ വാഹനമാണെങ്കിലും, എത്ര പുതിയ വാഹനമാണെങ്കിലും ടാക്സ് കൊടുക്കാത്തതാണെങ്കിൽ നിയമജ്ഞന്മാർ അല്ലെങ്കിൽ നിയമ സംവിധാനം ആ വാഹനത്തെ തടയും, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കും. എന്നതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും അധിപനായ അള്ളാഹുവിനോട് അടിമ നിർവഹിക്കേണ്ട നിർബന്ധ കടമയാണ് അസ്സലാ, നിസ്കാരം. അതിലാരും വീഴ്ച വരുത്തരുത്. സഹോദരിമാർ ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം ഏറിയവരാണ്. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ നിസ്കാരം ഖളാ ആക്കിപ്പോയെന്ന് വരാം. അങ്ങനെ പാടില്ല. കോളേജിൽ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവരുടെ പഠനമാണെന്ന് കരുതി നിസ്കാരം ഖളാ ആക്കാൻ ന്യായമില്ല. പ്രായപൂർത്തിയായാൽ നിസ്കാരം നിർബന്ധമായും നിർവഹിക്കണം. രക്ഷിതാക്കൾ അതിന് പറ്റുന്ന പരിസരം നൽകിയിരിക്കണം, അതിനാവശ്യമായ സംവിധാനം നൽകണം. എന്റെ മകൾ പോകുന്ന സ്കൂൾ നിസ്കരിക്കാൻ സൗകര്യമുള്ള സ്കൂളാണോ, അല്ലെങ്കിൽ അടുത്ത ഒരു വീട്ടിൽ നിസ്കരിക്കാൻ സൗകര്യം ചെയ്യാൻ പറ്റുമോ, വീട്ടിൽ വന്ന് നിസ്കരിക്കാനുള്ള നേരം കിട്ടുമോ? എന്റെ മകൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു, പാലായിൽ തന്നെ പഠിക്കണം എന്ന് ചിലർക്ക് നിർബന്ധമുണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന് വിരോധമില്ല. നിസ്കാരം ഖളാ ആയാൽ നിങ്ങളുടെ മകൾ ഒരുപക്ഷെ എൻട്രൻസ് കോച്ചിങ് പൂർത്തിയായിക്കൊള്ളണമെന്നില്ല, ഡോക്ടറായിക്കൊള്ളണമെന്നില്ല. ഏതു നിമിഷവും ഈ ലോകത്ത് നിന്ന് യാത്രയാകാം. ആ സമയത്ത് നിങ്ങളുടെ മകളെ ഖബറിൽ കൊണ്ടുവച്ച് ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് യാത്രയാക്കിയിട്ട് പോരുമ്പോൾ ആ അടിമയാകുന്ന അള്ളാഹുവിന്റെ അടിമയായ നിങ്ങളുടെ മകളോട് ചോദിക്കപ്പെടുന്ന കർമ്മങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം അത് ബയോളജിയിൽ നിന്നല്ല, കെമിസ്ട്രിയിൽ നിന്നല്ല, ഫിസിക്സിൽ നിന്നല്ല, ബോട്ടണിയിൽ നിന്നല്ല, അനാട്ടമിയിൽ നിന്നല്ല. നിങ്ങളുടെ മകൾ ഉത്തരം പറയേണ്ട ചോദ്യം നിസ്കാരം, മോളെ നിസ്കാരത്തിന് A+ ഉണ്ടോ? അതാണ് ചോദ്യം. ആ നിസ്കാരത്തിന് ഫുൾ മാർക്കുണ്ടെങ്കിൽ വളരെ എളുപ്പമായി പരലോക യാത്രയിൽ ഏറ്റവും മാർക്ക് വേണ്ട കർമ്മം ഏതാണ്? അസ്സലാ, 5 നേരത്തെ നിസ്കാരമാണ്. അതുപോലെയാണ് ആൺകുട്ടികൾ, പെൺകുട്ടികൾ എല്ലാവരും നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത വേണം. എല്ലാ സമയത്തും ഉണ്ടാവണം. ഒരാൾ അസ്ർ ളുഹറിന്റെ സമയം പ്രവേശിച്ചു, അയാൾക്ക് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു, എന്നിട്ട് അയാൾ മരണപ്പെട്ടു പോയാൽ ആ നിസ്കാരത്തെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. 12:30 ളുഹർ വാങ്ങിക്കൊടുത്തു, 1 മണിക്കൂർ ഫ്രീ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ആ അവസാനത്തെ വഖത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. നീ എന്തുകൊണ്ട് ആ നിസ്കാരം നിർവഹിച്ചില്ല? ഒരാൾ പ്രായപൂർത്തിയായി, ആ പ്രായപൂർത്തിയായതിനു ശേഷം ആദ്യത്തെ വഖത്ത് നിസ്കാരം പ്രവേശിക്കുന്നതോടെ അയാൾ ആ നിസ്കാരത്തെ കുറിച്ച് കണക്ക് കൊടുക്കേണ്ട ആളാണ്. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി 10 മണിക്കാണ് അല്ലെങ്കിൽ 12 മണിക്കാണ്, 12:30-ക്കാണ്, പിന്നീട് അവൾക്ക് അവിടുന്ന് ളുഹർ നിസ്കരിക്കാൻ പറ്റുന്ന പാകത്തിൽ അവൾ ശുദ്ധിയായത് 12 മണിക്കാണ്. പിന്നീട് ളുഹർ നിസ്കരിക്കാനുള്ള സമയമുണ്ട്. എന്നാൽ ആ ശുദ്ധിയോടുകൂടി ലഭിക്കുന്ന ആദ്യത്തെ വഖത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം, നിർവഹിച്ചിരിക്കണം. അത് നിർബന്ധമായ കർമ്മമാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല. പരിശുദ്ധമായ റമളാൻ വരുന്നു. റമളാനിലെ നോമ്പ് കൃത്യമായും നിർബന്ധമായും നിർവഹിക്കണം. കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടെങ്കിൽ ഈ റമളാനിൽ നോമ്പ് നോറ്റുവീട്ടണം.
അല്ല എന്നിട്ട് തീരുന്നില്ല, നിർവഹിക്കാനാവുന്നില്ലെങ്കിൽ പരിഹാരക്രിയകൾ ചെയ്യണം. അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനെല്ലാം ചോദ്യമുണ്ട്, കണക്ക് കൊടുക്കണം. നമ്മൾ ഏതൊരു കമ്പനിയിൽ ജോലി ചെയ്താലും ജോലിയെക്കുറിച്ച് അറ്റൻഡൻസ് ഉണ്ട്. നമുക്ക് നിശ്ചിത ദിവസത്തിലേറെ ലീവായാൽ സാലറി കട്ടാകും എന്നതുപോലെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ വെള്ളവും അവന്റെ ഭക്ഷണവും അവന്റെ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരാൾ ജീവിച്ചത് ഈ ലോകത്തെ 15,000 ദിവസമാണെങ്കിൽ പ്രായപൂർത്തിയോടെ ഇവിടെ ജീവിച്ച ദിവസങ്ങളിൽ ഓരോന്നിന്റെയും കണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ആ ഓരോ ദിവസത്തെയും ചെയ്തികളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ റിപ്പോർട്ട് ഉണ്ടാകും. അള്ളാഹുവിന്റെ അടുക്കൽ റിപ്പോർട്ടുണ്ട്. നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക് ഹിസ്റ്ററി ആ കമ്പനിയിൽ ഉണ്ട്, ഒരു ഷോപ്പിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസിലുണ്ട് എന്നതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹുവിന്റെ നിരീക്ഷണ സംവിധാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തരും. ഫഅമ്മാമൽ ഊതിയ കിതാബഹു ബിയമീനിഹി, ഒരാൾക്ക് വലതു കൈയിലാണ് അയാളുടെ കർമ്മപുസ്തകം കിട്ടുന്നതെങ്കിൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അതൊരു ശുഭലക്ഷണമാണ്. അയാൾക്ക് ചെറിയ ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതേ സമയത്ത് ഇടതു കൈയിലേക്കാണ് അയാളുടെ കർമ്മപുസ്തകം കിട്ടുന്നതെങ്കിൽ അയാൾ അപകടങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ വർദ്ധിച്ച കാരണത്താൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാകും. ഇതെല്ലാം ഖുർആനിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓ വിശ്വാസികളെ, നമ്മൾ പള്ളി ഉദ്ഘാടനം ചെയ്ത് പരിശുദ്ധ റജബ് മാസത്തിന്റെ അവസാനത്തിൽ നിസ്കാരത്തിന്റെ കാര്യം ഏറ്റവും പ്രാധാന്യത്തോടെ അറിയേണ്ട ഈ സമയത്ത് മതവിധികൾ പഠിച്ച് ജീവിതം ചിട്ടയോടെ പരിപാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്.